സൈന്യങ്ങളുടെ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാകുന്നു. മതി. ഒരു കൃഷിക്കാരനെ ദൈവം ഓരോ വിത്തും എവിടെയെല്ലാം വിതയ്ക്കണം, അതിനെ എങ്ങനെ വളർത്തിയെടുക്കണം, ആ വളർത്തിക്കൊണ്ടുവന്ന വിത്ത് ചതയാതെ നഷ്ടപ്പെടാതെ എങ്ങനെ പ്രയോജനപ്പെടുത്തിയെടുക്കണം എന്നുള്ളതിനെല്ലാം ദൈവം അവന് ആലോചനയും ജ്ഞാനവും നൽകി ദൈവം അവനെ കാക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് കേൾക്കാൻ സന്തോഷമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്തോത്രം. എൻ്റെ ഒടുവിൽ പറയുന്നു, അതും എന്ന് പറഞ്ഞാൽ ഇത് നഷ്ടപ്പെടാതെ നന്നായി മനുഷ്യന് ഉപകാരപ്രദമായ നിലയിൽ അതിനെ ശരിയാക്കി എടുക്കാനുള്ള ജ്ഞാനവും യഹോവയിങ്കിൽ നിന്ന് വരുന്നു. ആ ദൈവം ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ള ദൈവമാകുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ മറ്റൊരു പേരാണ് സർവജ്ഞാനി. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? എല്ലാം നന്നായി ക്രമീകരിക്കാൻ കഴിവുള്ള ദൈവം. ഏറ്റവും നന്നായി ഈ ഭൂമിയെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു നല്ല ഡിസൈനറാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാലുണ്ടല്ലോ, സ്തോത്രം, എത്രയോ ആയിരം വർഷങ്ങൾക്ക് ഉണ്ടാക്കിയ ഈ ഭൂമി ഇന്നും ഇനി മറ്റൊന്ന് സൃഷ്ടിക്കേണ്ട കാര്യമില്ലാത്ത തരത്തിൽ അന്ന് എല്ലാം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ജ്ഞാനം, സ്തോത്രം, ഒരു 10 കൊല്ലത്തിന് ഉപയോഗിച്ച പല സാധനങ്ങളും ഇന്ന് നമുക്ക് വേണ്ട, അതുമല്ലെങ്കിൽ ഉപയോഗമില്ല. സ്തോത്രം. 10 കൊല്ലത്തിന് മുമ്പ് കൊണ്ടു നടന്ന ഫോൺ ഇന്നെടുത്ത് ഉപയോഗിക്കുമോ? സ്തോത്രം. അങ്ങനെ പലതും നാമാവശേഷമായി, ഉപയോഗശൂന്യമായി. എന്നാൽ സൃഷ്ടിച്ചപ്പോൾ ദൈവം എന്ത് സൃഷ്ടിച്ചോ ഇന്നും അതിനൊരു അപ്ഡേറ്റ് പോലും വേണമെന്ന് ദൈവത്തിന് തോന്നിയിട്ടില്ല. എത്ര പേർക്ക് ദൈവത്തിനൊന്ന് സ്തോത്രം പറയാം? ഹല്ലേലൂയ. ഇതും കൂടെ വേണമായിരുന്നു, ഇങ്ങനെയും കൂടെ ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നാൻ ഇടവരാതെ വണ്ണം സൃഷ്ടിച്ചപ്പോൾ എല്ലാം ഭംഗിയായി സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ആ ജ്ഞാന സമ്പൂർണതയ്ക്കായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. സ്തോത്രം. ഇനിയും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും എനിക്ക് വേണ്ടുന്നതെല്ലാം ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാത്ത കുഴപ്പമേ എനിക്കുള്ളൂ. സ്തോത്രം. വാക്ക് മനസ്സിലാകുന്നുണ്ടോ? ഏറ്റവും നല്ല കാര്യങ്ങളുണ്ടെങ്കിലും അത് ഉപയോഗിക്കാനും കൂടെ എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. മിക്സി ഉണ്ടെങ്കിലും മിക്സി ഉപയോഗിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സ്തോത്രം. എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. മിക്കവാറും വീടുകളിലെല്ലാം മൈക്രോവേവ് ഓവനുണ്ട്. എത്ര പേര് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അതിൽ കേക്ക് ഉണ്ടാക്കാം, ബ്രെഡ് ഉണ്ടാക്കാം, ചിക്കൻ ഫ്രൈയും പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കാം. കടയിൽ നിന്ന് വാങ്ങിച്ച് തിന്നുന്നതല്ലാതെ മിക്കവാറും ഈ സാധനം ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. ചിലരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഇത് പലത് ഉപയോഗിക്കാനായിട്ട് അതിൻ്റെ ടൈം സെറ്റ് ചെയ്യാൻ, ഓരോന്നിനും എത്ര ചൂട് കൊടുക്കണം, എത്ര അതിൻ്റെ സമയം ഇരിക്കണം, ഇതിനെപ്പറ്റിയുള്ള അറിവൊന്നും ചിലപ്പോൾ നമ്മൾ വച്ച് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ സ്തോത്രം ആകട്ടെ അടുത്ത പ്രാവശ്യമെങ്കിലും ശരിയാവുമല്ലോ. ശരി, പോട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള പല ഇതൊക്കെ ആണെങ്കിൽ കരിഞ്ഞു പോയാൽ പിന്നെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ജീവിതം മതിറ്റത്തില്ലല്ലോ. സ്തോത്രം. ചിലത് കരിഞ്ഞാൽ പിന്നെ കരിഞ്ഞുപോയി, ചിലത് ഉടഞ്ഞാൽ പിന്നെ ഉടഞ്ഞു പോകുന്നു. തിരിച്ചു പണിയാൻ പറ്റാത്ത പല പണികളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ ആ ഉത്കൃഷ്ടമേറിയ ജ്ഞാനം വളരെ ആവശ്യമാണ്. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? ആ ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് ഞാൻ 3 തരത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞു. ഒന്ന്, എല്ലാ മനുഷ്യർക്കും ദൈവം നൽകുന്ന ജ്ഞാനം. അവൻ ദൈവത്തെ അറിഞ്ഞവനാകണമെന്നില്ല. സ്തോത്രം. അവൻ അധ്വാനിച്ചാൽ, അവൻ അതിന് മനസ്സു വെച്ചാൽ ദൈവം അവനെ അത് പഠിപ്പിക്കും. 2,
യഹോവ ഭക്തി കൊണ്ട് ആർജിച്ചെടുക്കാൻ കഴിയുന്ന ജ്ഞാനം. 3, കൃപാവരമായ ജ്ഞാനം. സ്തോത്രം. കൃപാവരങ്ങളിൽ ആദ്യത്തേത് ഏതാണ്? ജ്ഞാനം. അത് ഒരു പ്രത്യേക ശുശ്രൂഷ ചെയ്യാൻ, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ദൈവം ഒരാളെ ജ്ഞാനിയാക്കുന്നതാണ്. നോഹയെ ഒരു പെട്ടകം പണിയാൻ ദൈവം ജ്ഞാനിയാക്കി. ഒരു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ എങ്ങനെ ആ പെട്ടകത്തെ ഡിസൈൻ ചെയ്യണമെന്ന് നോഹയ്ക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇന്നത്തെ ആധുനിക കപ്പൽ നിർമ്മാതാക്കൾ പറയുന്നത് പെർഫെക്റ്റായ ഡിസൈൻ എന്നാണ്. വെള്ളത്തിൽ മുങ്ങാതെ കിടക്കാൻ ഏറ്റവും പെർഫെക്റ്റായ അളവുകളായിരുന്നു ആ പെട്ടകത്തിനുണ്ടായിരുന്നതെന്നാണ്. എന്നാൽ ഇത് ആർക്കറിയത്തില്ല? നോഹയ്ക്കറിയില്ല. നോഹ ആകെ ചെയ്തത് ഇത്രയേ ഉള്ളൂ, തമ്പുരാൻ പറഞ്ഞ കണക്കും പ്രകാരം പണിതു. സ്തോത്രം. പലയിടത്തും മുങ്ങാതിരിക്കണമെങ്കിൽ സ്തോത്ര അളവ് എനിക്കോ നിങ്ങൾക്കോ അറിഞ്ഞുകൂടാ. എന്നാൽ അളവറിയുന്ന ഒരു ദൈവം നമ്മോട് പറയുമ്പോൾ എത്ര പേർക്ക് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ അളവൊന്നും ഒരിക്കലും തെറ്റിപ്പോവുകയില്ല. അതുകൊണ്ട് അതുപോലെ അത് ചെയ്താൽ ഹല്ലേലൂയ മുങ്ങിപ്പോകാതെ വണ്ണം ദൈവം നമ്മെ കാക്കും. സ്തോത്രം. എല്ലാ ചരാചരങ്ങളും കയറി വരാൻ അതിൻ്റെ വലിപ്പം എത്രയായിരിക്കണം എന്നൊക്കെ ദൈവം അത് ഡിസൈൻ ചെയ്ത് കൊടുത്തു. അതുപോലെ നോഹ ചെയ്തു. അതിൽ അവൻ വിജയിച്ചു. സ്തോത്രം. ശലോമോന് രാജ്യത്തെ ഭരിക്കാനായി ജ്ഞാനം കൊടുത്തു. അതിൽ വിജയിച്ചു. സ്തോത്രം. ഇനി അവിടെ ഒന്ന് പറയട്ടെ, കൃപാപരമായ ജ്ഞാനം ഭക്തി കൊണ്ടുണ്ടാകുന്നതല്ല. അത് ദൈവം ഒരു ദേശത്തിനോ ഒരു സമൂഹത്തിനോ ഒരു ഉദ്ദേശത്തിനോ വേണ്ടി എന്ത് ചെയ്യുന്നതാണ്? കൊടുക്കുന്നതാണ്. ഞാൻ ജയിക്കണമെങ്കിൽ ഞാൻ ഭക്തനായിരുന്നാലേ ജയിക്കാൻ പറ്റൂ. ശലോമോൻ അവനെ ഏൽപ്പിച്ച കാര്യത്തിൽ വിജയിച്ചെങ്കിലും സ്വന്തമായി പരാജയപ്പെട്ടു പോയി. പലയിടത്തും പല വലിയ കാര്യങ്ങൾ പലരും ചെയ്യുന്നെങ്കിലും സ്വന്തം കാര്യത്തിൽ പലരും തോറ്റുപോകുന്നു. ഇനി അവകാശത്തോടൊപ്പം ചില അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട്. മനസ്സിലാകുന്നുണ്ട്? ഈ ഫലങ്ങൾ നമുക്ക് കിട്ടിയ അവകാശം, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കേട്ട തിരുവെഴുത്ത് ശ്രദ്ധിക്കൂ. നമ്മെ ദൈവം സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമെന്ന ഒരു വിശേഷയേറിയ പദവിയിൽ വച്ചിരിക്കുകയാണ്. അതിലൊരു സന്തോഷമുണ്ടോ? ഇത് കേട്ടപ്പോൾ നമ്മളെ ദൈവം ഇരുത്തിയിരിക്കുന്ന പദവി, അപ്പാ എന്ന് വിളിക്കാൻ, എൻ്റെ ദൈവമേ എന്നൊരു വിളിച്ചാൽ അത് കേൾക്കാൻ, എന്താ മോനെ എന്ന് കേൾക്കാൻ പറ്റുന്ന നിലയിൽ എന്നെയും നിങ്ങളെയും മാറ്റിക്കൊണ്ടുവന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ വേണം ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? ഇനി പിശാചിൻ്റെ ലക്ഷ്യം ഞാൻ പറഞ്ഞു തരാം. പിശാചിൻ്റെ ലക്ഷ്യം നിന്റെ വീടെടുത്തോണ്ട് പോവുകയോ നിന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം ഇല്ലാതാക്കുകയോ നിന്റെ സമ്പത്ത് കൊണ്ടുപോയി, ഇതിലൊന്നും അവനൊരു പ്രശ്നമല്ല. പിശാചിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പ എന്ന് വിളിക്കുന്നിടത്തൊരു മുറിവ് വരുത്തുക. ആ ഭവനത്തിൽ നിന്ന് നിന്നെ ഇറക്കി വിടുക. ഇതാണ് അവൻ്റെ ലക്ഷ്യം. സ്തോത്രം. ആ കർത്താവും ഞാനും തമ്മിലുള്ള ബന്ധത്തിന് എങ്ങനെയെങ്കിലും ഒരു ഉലച്ചിൽ വരുത്തുക, അത് മാത്രമാണ് പിശാചിൻ്റെ ലക്ഷ്യം. അല്ലാതെ ചിലരൊക്കെ പറയുന്ന പോലെ പിശാചി ജോലി തട്ടിത്തെറിപ്പിച്ചു, ഇങ്ങനെയൊന്നും പറയാം. ആ ചെറിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നവനല്ല അവൻ. മനസ്സിലാകുന്നു? നിന്റെ ജോലി തട്ടി പറിച്ചിട്ട് അവനെന്ത് കിട്ടാൻ? ദൈവം നിന്റെ ദൈവമാണെങ്കിൽ പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ ജോലി ദൈവം തരും. അതറിയാനുള്ള ഒരു അങ്ങനെ പിശാചിന് ഒരുപാട് അനുഭവങ്ങളുണ്ട്. വെറുതെ ഇരുന്ന ഇയ്യോബിനെ പിടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇരട്ടി വാങ്ങിച്ചു കൊടുത്ത് ഇനി അടുത്ത് അവൻ ആ 7 അയലത്തൂടെ പോയാൽ അവൻ്റെ വീട്ടിലോട്ട് പോലും തിരിഞ്ഞു നോക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? നീ നിന്റെ ഭക്തി കാത്തു സൂക്ഷിച്ചാൽ അവിടെ നന്മ വരും. അപ്പോൾ ചെറിയ കാര്യങ്ങളല്ല, നീ ഇരിക്കുന്ന പദവിയിൽ നിന്ന്, നിനക്ക് കിട്ടാനുള്ള അവകാശത്തിൽ നിന്ന്, അത് പിശാചിന് നല്ല ബോധ്യമുണ്ട്.
ഇപ്പം നിങ്ങൾ ഈ ദൈവം നമ്മളെ ഇരുത്തിയിരിക്കുന്ന ആ അവസ്ഥയിൽ സന്തോഷമുള്ളവരായിരിക്കണം. ഇന്നത്തെ ഒരു സമൂഹത്തെ നമ്മൾ നോക്കിയാൽ തൃപ്തിയില്ല പലർക്കും. ഒരു പഴയകാല ദൈവമക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷത്തിൻ്റെ അടിസ്ഥാനം വീടൊന്നുമല്ല. വീടെന്ന് പറഞ്ഞാൽ കയറി കിടക്കാനുള്ള 4 ഓല മാത്രമേ ഉള്ളൂ. എന്നാലും ഭയങ്കര സന്തോഷം. കഞ്ഞി പോലും ഇല്ല വൈകിട്ട്. പക്ഷെ ഇന്നെല്ലാം ഉണ്ടെങ്കിലും എന്തില്ല, ഈ ഭവനത്തിൽ ദൈവം നമ്മെ ഇരുത്തിയിരിക്കുന്നു. സാധാരണ കുട്ടികൾക്ക് ഈ അധ്യാപകർ ചോദിക്കും എന്താകാനാണ് താല്പര്യമെന്ന്. ഇപ്പം അടുത്ത സമയത്ത് ഒരു കുട്ടിയോട് ചോദിച്ചു എന്താകണമെന്ന് ചോദിച്ചു. അന്നേരം ആ കുട്ടി പറഞ്ഞു എനിക്ക് ഗ്രാൻഡ് ഫാദർ ആകണമെന്ന്. സ്തോത്രം. എടാ അതെന്താണ്, സാധാരണ ഡോക്ടർ ആവണം എൻജിനീയർ ആവണമെന്നൊക്കെ പറയുന്നത്, ഗ്രാൻഡ് ഫാദർ ആകണമെന്ന്. അപ്പം ആ കുട്ടിയോട് എന്താ നിനക്ക് ഇത്ര വലിയ താല്പര്യം? എന്തു സുഖം, പഠിക്കണ്ട, എപ്പോഴും കിടന്നുറങ്ങാം, ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് എത്തേണ്ടടുത്ത് എത്തിച്ചു കൊടുക്കും, ടി വി കാണാം. ഇതുപോലെയുള്ള സുഖജീവിതം വേറെ എവിടെയുണ്ട്? അതുകൊണ്ട് എനിക്ക് ആരായ മതി? ഗ്രാൻഡ് ഫാദർ പറയുന്നു ഇതുപോലെ ഒരു നരക ജീവിതം വേറെയില്ല. സ്വോത്രം. അന്നേരമാണ് എനിക്കും മനസ്സിലായത് ഗ്രാൻഡ് ഫാദർ ആയാലും എല്ലാ പ്രായത്തിനും അതിൻ്റെ വെല്ലുവിളിയുമുണ്ട്, അതിൻ്റെ സന്തോഷവുമുണ്ട്. കുഞ്ഞുങ്ങൾക്കും അങ്ങനെ തന്നെ എല്ലാ പ്രായത്തിനും ദൈവം വെച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇതല്ല അങ്ങനെ ആയാൽ സന്തോഷിക്കാമെന്ന് കരുതരുത്. ഇന്ന് നീ സന്തോഷിക്കണം. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? ഇങ്ങനെ ഈ പദവിയിൽ, ഈ ഭവനത്തിൽ മക്കളായി ദൈവം നമ്മെ സന്തോഷത്തോടെ പാർപ്പിച്ചിരിക്കുമ്പോൾ അവിടത്തെ നന്മ കാണാൻ പിശാച് നമ്മളെ അനുവദിക്കത്തില്ല. നിനക്കൊന്നുമില്ല, നീ ഒരു ഗതികെട്ടവനാണ്, നീ പ്രാർത്ഥിച്ചിട്ട് ദൈവം തന്നില്ല, ഇങ്ങനെയൊക്കെയാണോ ഇരുത്തേണ്ടത് എന്നൊക്കെ നമ്മെ ചോദിപ്പിച്ച് ദൈവത്തെ സംശയ കണ്ണോടെ കാണാൻ പലപ്പോഴും പിശാചിൻ്റെ തന്ത്രങ്ങൾ വിജയിക്കാറുണ്ട്. അതിനെ ജയിക്കാൻ ഒരു ജ്ഞാനം വേണം. ഇതവൻ്റെ അടവാണ്, ഇതവൻ്റെ തന്ത്രമാണ്, എൻ്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്താനുള്ള അവൻ്റെ ഒരു പദ്ധതിയാണ്. ഞാൻ സമാധാനത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് സന്തോഷത്തോടെ പാട്ടുപാടുന്നതിനെ കെണിവെച്ച് തകർക്കാനുള്ള അവൻ്റെ ഒരടവാണെന്ന് കണ്ടിട്ട് ഞാനും നിങ്ങളും അതിനെ ജയിക്കണം. സ്തോത്രം. വായിക്കാം. തിമോത്തിയോസിന് പൗലോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12 തൊട്ടുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. എന്നാൽ ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. നീയോ ഇന്ന് അവരോട് പഠിച്ച് എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. പിശാച് വയ്ക്കുന്ന ഒരു വലിയ കെണിയാണ് ഉപദ്രവം, വേദന, പ്രയാസങ്ങൾ, രോഗങ്ങൾ, പ്രശ്നങ്ങൾ. എന്നാൽ പൗലോസ് തീമോത്തിയോസിനോട് പറയുന്നു, ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും ഉപദ്രവമുണ്ട്. എന്നിട്ട് അതിനു മുമ്പ് തൻ്റെ തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഈ വാക്ക് പറയുന്നത്. എന്താണ് തൻ്റെ സാക്ഷ്യം? 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, എന്നാൽ അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? ഹല്ലേലൂയ.
ഇനി ഞാനൊന്ന് നിർത്തിയിട്ട് ചോദിക്കട്ടെ, എന്തിന് പൗലോസ് ഇത് അനുഭവിച്ചു? നമ്മളിൽ പലരും വേറെ വഴിയില്ലാത്തതുകൊണ്ട് അനുഭവിക്കുകയാണ്, അല്ലേ? വേറെ വഴിയില്ല, അല്ലെങ്കിൽ സഹിച്ചേ പറ്റുള്ളൂ. പക്ഷെ പൗലോസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. പൗലോസ് ആരാണ്? പൗലോസ് എങ്ങനെ ജീവിച്ചവനാണ്? ഈ പട്ടിണി കിടക്കേണ്ടതോ അടി കൊള്ളേണ്ടതായ ഒരു കാര്യവുമില്ല അവന്. എന്ത് ചെയ്താൽ മതി? ആ പോകുന്ന വഴിക്കൊരല്പം മാറ്റം വരുത്തിയാൽ മതി. അവനെ എല്ലാവരും ബഹുമാനിക്കും. ഒരാളെ കൊല്ലാൻ അന്ന് റോമൻ ഗവൺമെൻറ്റിന് മാത്രമേ അധികാരമുള്ളൂ. സ്തോത്രം. ഹെരോദ രാജാവിന് പോലും യേശുവിനെ കൊല്ലാനായിട്ട്, എന്നാൽ ആരെയും കൊല്ലാൻ അധികാരപത്രവും കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് പോയ മനുഷ്യനാണ്. സ്തോത്രം. ആ മനുഷ്യൻ പറയുന്നു, ഈ കർത്താവിന് വേണ്ടി ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചിരിക്കും. ഭക്തിയോടെ ജീവിക്കാൻ ഏതൊക്കെ തരത്തിൽ ഞാൻ വിഷമതകളാൻ. അതുകൊണ്ട് ഈ കെട്ടുകഥകൾ പറയുന്നവർ, മായാവികൾ, നിന്നെ കെണിക്കകത്ത് പെടുത്താൻ, നിനക്കെന്താണ് ഇത്ര വലിയ ഉപദ്രവം, നിനക്കെന്താണ് ഇത്ര വലിയ പ്രശ്നം എന്നൊക്കെ ചോദിച്ച ആ ദൈവസ്നേഹത്തിൽ നിന്ന് നിന്നെ തള്ളിയിടാനായി നിന്റെ മുമ്പിൽ പതിയിരിക്കുന്ന തന്ത്രങ്ങളെ നീ ജയിക്കണം. എത്ര പേർക്ക് ഇന്ന് പകൽ ഇത് കേൾക്കാൻ സന്തോഷമുണ്ട്? ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും ഇരുത്തിയിരിക്കുന്ന പദവിയിൽ നിന്ന്, ഹല്ലേലൂയ, ആ ദൂരസ്ഥരായിരുന്ന ജാതികളായിരുന്ന അപ്പാ എന്ന് വിളിക്കാൻ ഒരു അവകാശവുമില്ലാതിരുന്ന നമ്മെ സ്വന്തം ഭവനക്കാരായി ദൈവം ഇരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ദൈവം എനിക്കും നിങ്ങൾക്കും അവകാശമാണ്. സ്തോത്രം. പുതിയ നിയമർക്ക് എല്ലാവർക്കും അവകാശമാണ്. പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു അവകാശവും കൊടുക്കരുതെന്നാണ്. എന്നിട്ട് അടുത്ത് പറയുന്നു, യഹോവയായ ദൈവം തന്നെ ഉണ്ടോ? സ്തോത്രം. ദൈവദാസന്മാരായിക്കോ, ദൈവദാസിമാരായിക്കോ. ആരാണ് അവകാശം? ദൈവം. ബാക്കിയെല്ലാം ദൈവം ഉണ്ടാക്കി കൊടുത്തതാണ് അവകാശം. നിങ്ങൾക്കൊക്കെ സാലറി അല്ലേ അവകാശം? എന്നാൽ തമ്പുരാൻ പറയുന്ന അവർക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ ആർക്ക് തടയാൻ പറ്റും? അവിടെ എഴുതിയിരിക്കുന്നു, യഹോവയായ ദൈവം തന്നെ അവരുടെ അവകാശം. സ്തോത്രം. അക്കത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം. ഇതുപോലെ ദൈവം തന്നെ നമ്മുടെ അവകാശമായിരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന ഈ പദവിയിൽ നിന്ന് അടുത്ത ഭാഗത്ത് വായിക്കുന്നത് ഇങ്ങനെയാണ്: ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. നിന്റെ സുഖത്തെ നഷ്ടപ്പെടുത്താൻ, നിന്റെ ജീവിതത്തിൻ്റെ സമാധാനത്തെ കെടുത്താൻ ഇങ്ങനെ ദുരുപദേശങ്ങൾ പറഞ്ഞ്, ദൈവവചനത്തിന് വിരുദ്ധമായത് പറഞ്ഞ് നിന്റെ അവകാശത്തിൽ നിന്ന് നിന്നെ തള്ളിയിടാനായിട്ട് ഇവൻ വളരെ ശ്രമിക്കും. ഇനി ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, ശ്രദ്ധിക്കും. ഈ ഉപദ്രവം വന്നെങ്കിലേ ഉപദ്രവം ഇല്ലാത്ത സമയത്ത് സന്തോഷം മനസ്സിലാക്കാൻ പറ്റൂ. സ്തോത്രം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൂ, നമ്മുടെയൊക്കെ ഈ പഴയകാല സദ്യക്കൊരു പ്രത്യേകതയുണ്ട്. ഇഞ്ചി, നാരങ്ങ, മാങ്ങ തുടങ്ങിയ കുറച്ച് കയ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് മധുരം, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഒരു 4-5 കൂട്ടം പായസമുണ്ട്. ഇത് ആദ്യത്തെ പായസം കഴിഞ്ഞിട്ട് എടുത്ത് നാക്കി വയ്ക്കാനുള്ളതാണ് ഇതിലിരിക്കുന്ന ഓരോ സാധനങ്ങൾ. എനിക്കും അറിഞ്ഞൂടെ ഇത് ഓരോന്നും. അത് നല്ല ഈ ഭക്ഷണം കഴിക്കാൻ അറിയുന്നവരുണ്ട്, അവർക്കറിയാം. അവരോട് ചോദിച്ചാൽ പറയും ഇത് ഓരോന്നും ഏതാണ് എടുത്ത് വയ്ക്കേണ്ടത്. അത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പായസത്തിൻ്റെ ടേസ്റ്റ് ഇവർക്ക്, ഇത് നമ്മളിതെല്ലാം കൂടെ വാരിയടിച്ച് ഒറ്റ പാത്രത്തിൽ എല്ലാം കൂടെ ഒഴിച്ചു തന്ന എല്ലാം കഴിച്ചത്ര തന്നെ ഒരു സമാധാനം. മറ്റതങ്ങനെയല്ല. അവർ പറയും അത് കറക്റ്റ്, പരിപ്പ് ബന്ധില്ല, അതിന് ഇത്രയായി. ഇതൊക്കെ കൃത്യമായിട്ട് കഴിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. അത് വേണമെങ്കിൽ ഇടയ്ക്ക് അല്പം കയ്പ് കയറണം. അത് പറയാനാണ് ഞാൻ ഇതുവരെ വന്നത്. ഇടയ്ക്ക് അല്പം കയ്പ് കയറിയാലേ മധുരമായി തീരൂ.
അപ്പം നമ്മുടെയൊക്കെ ജീവിതം ഇടയ്ക്ക് ഇച്ചിരി കയ്പൊക്കെ വരുന്നത് ദൈവത്തിൻ്റെ മധുരത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. എത്ര പേർക്ക് നന്ദിയോടെ ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ കരുതൽ എത്രയെന്ന്, ദൈവത്തിൻ്റെ പദ്ധതി എത്ര വലുതെന്ന് എന്നെയും നിങ്ങളെയും ഒന്ന് പഠിപ്പിക്കുക. ചില വഴികളിലൂടെയൊക്കെ ദൈവം നടത്തുമ്പോൾ ഈ ദൈവത്തിൻ്റെ കരുതലോർത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ലാതെ അന്യപ്പെട്ടു പോകരുത്. ഇനി ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ദൈവമക്കളെ, എത്ര വലിയ നന്മ കിട്ടിയാലും നമുക്ക് തൃപ്തി വരണമെന്നൊന്നുമില്ല. ഈ ഏദെൻ തോട്ടത്തിലിരുന്ന ഹവ്വയ്ക്ക് എന്ത് കുറവുണ്ടായിരുന്നു? നല്ല സുന്ദരിയായിരുന്നില്ലേ? ദൈവ തേജസ്. ഇതിനേക്കാൾ ഇനി തമ്പുരാൻ ഡിസൈൻ ചെയ്ത ആളിനേക്കാൾ ഇനി എന്താണ് കുറവ്? ഹവ്വയ്ക്ക് പോലും അവളുടേതായ ആ കഴിവിലോ അവളെ ഇരുത്തിയിരുന്നതിലോ തൃപ്തി വന്നില്ല. അതുകൊണ്ടാണല്ലോ പിശാചി എന്ന് നിനക്കിതും കൂടെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ചാടി വീണത്. സ്തോത്രം. വാക്ക് മനസ്സിലായോ? ഹവ്വയ്ക്ക് തൃപ്തി വന്നില്ല. അപ്പൊ പിന്നെ നമ്മയൊക്കെ വീഴ്ത്താൻ എത്ര എളുപ്പം. സ്തോത്രം. ഒന്നാമത് എന്നെ ഇരുത്തിയിരിക്കുന്ന പദവിയിൽ ഞാൻ സന്തോഷമുള്ളവനായി. ഇവൻ്റെ കെണിയാണിത്. എന്നെ സന്തോഷത്തിൽ നിന്ന് തകർക്കാനുള്ള അവൻ്റെ സമാധാനത്തോടെ ഏദെൻ തോട്ടത്തിൽ ജീവിച്ച ഇവരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് മോഹിപ്പിച്ച് തോട്ടത്തിൻ്റെ വെളിയിലിറക്കി വിട്ട് ആകെ ദുരിതത്തിലാക്കി. ഇനി നേരത്തെ നമ്മൾ കേട്ട അപ്പൻ്റെ ഭവനത്തിൽ എന്തായിരുന്നു കുറവ്? പക്ഷെ അതിനകത്ത് ഒരു സുഖവും എന്ത് ചെയ്തില്ല. ഇതാണ് നമ്മൾ പലരും കുഴപ്പം. അപ്പൻ്റെ വീട്ടിലാണ് പാർക്കുന്നതെങ്കിലും നമുക്കൊരു സുഖവും വരുന്നില്ല. ദൈവത്തിൻ്റെ ഭവനക്കാരും സ്വന്തം മക്കളും ഒക്കെ ആണെങ്കിലും നമുക്കിതിനകത്ത് എന്ത് വരുന്നില്ല? നമ്മുടെ കണ്ണ് അവിടെയാണ്. അവരോടുകൂടെ ഒന്ന് കളിക്കാൻ കിട്ടിയെങ്കിൽ, ഒരു DJ പാർട്ടിക്കൊന്ന് ആടാൻ പറ്റിയെങ്കിൽ, ഇവിടെ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, പറ്റുന്നില്ല. സ്തോത്രം. അവിടെ ഒന്ന് കറങ്ങിയിട്ട് വരണം. അപ്പോഴേ സാധാരണഗതി നമ്മൾ പറയാറുണ്ട്, വീട്ടിൽ നിന്ന് അപ്പനും അമ്മയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെങ്കിലേ ശരിയാവുള്ളൂ. 2 ദിവസം ഹോസ്റ്റലിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് അടുത്ത് വീട്ടിൽ വരണം. ഇതിനകത്ത് നിൽക്കുമ്പോൾ, സ്നേഹം അനുഭവിക്കുമ്പോൾ നമുക്കിത് പലപ്പോഴും മനസ്സിലാകത്തില്ല. അപ്പൻ്റെ ഭവനത്തിനകത്ത് സന്തോഷത്തോടെ ജീവിച്ച മകനെ അപ്പൻ്റെ ഭവനത്തിലെ സന്തോഷങ്ങൾ നല്ല മനസ്സോടെ അനുഭവിക്കാൻ പറ്റിയില്ല. പക്ഷേ ഒരിക്കൽ അവനത് മനസ്സിലാക്കി. എൻ്റെ അപ്പൻ്റെ ഭവനം എത്ര സന്തോഷം, അവിടുത്തെ കൂലിക്കാർ പോലും തിന്ന് ശേഷിപ്പിക്കുന്നു. പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അപകടങ്ങൾ ദൈവത്തിൻ്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ മക്കളായി എന്നെയും നിങ്ങളെയും ഇരുത്തിയിരിക്കുമ്പോൾ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട സന്തോഷം, സമാധാനം അനുഭവിക്കാൻ അനുവദിക്കാതെ നമ്മുടെ മനസ്സിനെ കെട്ടിയിട്ട് തന്ത്രങ്ങളകത്തിട്ട് നമ്മുടെ ജീവിതത്തിലൊന്നുമില്ല ഹല്ലേലൂയ എന്ന് നമ്മെ ചിന്തിപ്പിച്ച് പാർക്കുന്നത് അതിനകത്താണെങ്കിലും അതിൻ്റെ സുഖം അനുഭവിക്കാൻ അനുവദിക്കാത്ത പൈശാചിക മണ്ഡലങ്ങളുണ്ട്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. അവന് എന്നെയോ നിങ്ങളെയോ ഭവനത്തിൽ നിന്ന് പിടിച്ചു പുറത്താക്കാൻ പറ്റത്തില്ല. ഒന്നുകൂടെ പറയുന്നു, എന്നെയോ നിങ്ങളെയോ പിടിച്ച് ആ പദവിയിൽ നിന്ന് മാറ്റാൻ ഒക്കത്തില്ല. എന്നാൽ അവിടെ ഇരിക്കുമ്പോൾ നമ്മെ ഈ തരത്തിൽ വേദനിപ്പിക്കുന്ന ചിന്തകൾ കൊണ്ടിടാൻ പറ്റും. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, അതിനെ ജയിക്കണം.
അതിനെ ജയിക്കണം. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? ഹല്ലേലൂയ. അതിനെ ജയിക്കണം. എന്നെ അപ്പൻ്റെ ഭവനത്തിൽ ഹല്ലേലൂയ സന്തോഷത്തോടെ പാർപ്പിച്ചിരിക്കുന്നു. അതിൽ ഞാൻ മനസ്സോടെ സന്തോഷിച്ച അപ്പാ എന്ന് വിളിച്ച് ഇന്ന് വരെ എൻ്റെ ദൈവം നടത്തി. ഇനി നാളെ ഏതെങ്കിലും ഒരു വാതിൽ തുറന്ന് തരണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിൽ അടുത്ത നിമിഷം എനിക്കായി അത് ദൈവം തുറക്കും. ഹല്ലേലൂയ. ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം അതിന് കഴിവുള്ള ദൈവമാണെന്ന് ഈ സർവജ്ഞാനിയായ ദൈവത്തിലൊന്ന് വിശ്വസിക്കുക. ഇവൻ്റെ ഈ തന്ത്രത്തിൽ ഈ മായാവികൾ വഞ്ചിച്ചും ദുഷ്ടമനുഷ്യര് നമ്മെ തകർത്ത് നോക്കാൻ നോക്കുമ്പോൾ തീമത്യോസിനോട് പൗലോസ് പറയുന്നു, നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും. പിന്നെ അടുത്ത് എന്ത് ചെയ്യണം? ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ നീ അറിയുകയും ചെയ്യുന്നത് കൊണ്ട്. നീ ഇവർ പറയുന്നതല്ല കേൾക്കേണ്ടത്. ഈ മായാവികളും ദുഷ്ടമനുഷ്യരും നിന്റെ സന്തോഷത്തെ തകർക്കാൻ നിനക്ക് തരുന്ന ആലോചനയല്ല നീ കേൾക്കേണ്ടത്. നീ ആരോടൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. ആരോട് ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത്? പൗലോസിൽ നിന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പിന്നെ അമ്മായി, അവരുടേതായ വലിയമ്മ, ഇവരൊക്കെ ശ്രദ്ധിക്കും. ഇവരെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം പഠിച്ചിട്ട് എന്നിട്ട് പറയുന്നു, ഈ തിരുവെഴുത്ത്, നിന്നെ പഠിപ്പിച്ച തിരുവെഴുത്ത് നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ കഴിയുന്നതാണ്. നിനക്ക് രക്ഷ തരാൻ ആ തിരുവെഴുത്ത് മതി. അതിനെ മുറുകെ പിടിക്കണം. അല്ലാതെ ആ പറയുന്നതിനെ, ആ കിഴവിക്കഥ, ആ ദുഷ്ടമനുഷ്യരുടേതായ തന്ത്രം, ഇതിനെന്ത് ചെയ്യരുത്? വിധേയപ്പെടരുത്. വചനത്തെ മുറുകെ പിടിക്കണം. അവിടെയും ഭയങ്കര അർത്ഥങ്ങളുണ്ട്. ആളുകൾ എന്തെങ്കിലുമൊക്കെ ചുമ്മാ വല്ലതുമൊക്കെ പറയുന്നത് കേട്ടോണ്ട് എന്ത് ചെയ്യരുത്? എടുത്ത് ചാടരുത്. വചനത്തിൽ വേണം ആശ്രയിക്കാൻ. ഇന്ന് ആളുകളെ മോഹിപ്പിക്കുന്നതാണ് പ്രസംഗവും പ്രവചനവും വെളിപ്പാടും ഒക്കെ മോഹിപ്പിക്കുന്നതാണ്, മോഹം ജനിപ്പിക്കുന്നതാണ്. എന്നാൽ തിരുവെഴുത്ത് നമ്മെ തൃപ്തരാക്കുന്നതാണ്. പോട്ടെ, ആ ഭാഗം ഞാൻ വിടുന്നു. സ്തോത്രം. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക. അപ്പൊ ഈ തിരുവെഴുത്ത് നമ്മെ എന്ത് ചെയ്യുന്നു? രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്നു. ഇതിനനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ജ്ഞാനമുള്ളവരായി എന്ത് ചെയ്യാം? രക്ഷ പ്രാപിക്കാം. സ്തോത്രം. ജ്ഞാനമുള്ളവരായി നിത്യജീവന്റെ അവകാശം പ്രാപിക്കാം. നമ്മെ ആ ഭവനത്തിൽ ഇരുത്തിയിരിക്കുന്നു. ആ പദവി നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ എന്നെയും നിങ്ങളെയും ഈ തിരുവെഴുത്ത് എന്ത് ചെയ്യും? ജ്ഞാനിയാക്കും.